ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ASLB അക്കാദമിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു ജോഗ്രഫി PYQ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഈ അടുത്ത് നടന്ന കുറച്ച് ജോഗ്രഫി ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് നിഖിൽ. നമ്മൾ ജോഗ്രഫി ക്ലാസ്സുകളാണ് ASLB അക്കാദമിയിൽ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്കെടുക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ പറയുന്നവയിൽ പശ്ചിമഘട്ട പർവ്വതനിരകളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ഇങ്ങനെ ഒരു പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള പ്രസ്താവനകൾ നമ്മൾ ആദ്യം കാണാറുണ്ട്. ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രസ്താവനയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ശരിയല്ലാത്തതാണോ ശരിയായതാണോ കണ്ടെത്തേണ്ടതെന്നാണ് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇത് വായിച്ച് കഴിയുമ്പോൾ അതിൽ ശരിയുള്ള പ്രസ്താവന ശരിയല്ലാത്തതുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ശരിയല്ലാത്തതാണ് ചോദിച്ചത്, നമ്മൾ പെട്ടെന്ന് ശരിയുള്ളതായിരിക്കും ആൻസർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ, തെക്ക് കന്യാകുമാരി മുതൽ നമ്മുടെ പശ്ചിമഘട്ട പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തല്ലേ, തെക്ക് കന്യാകുമാരി മുതൽ ഏത് വരെയാണ് പറയുന്നത്, തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഇവിടെ അല്ലേ, വടക്ക് ഗുജറാത്ത് മുതൽ ഇതാ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അതുവരെ ശരിയാണ്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഇതിൻ്റെ നീളം പറയുന്നത് എത്രയാണ്? നീളം പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. കറക്റ്റാണ്. പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയാണ്? 1600 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ് വേണ്ടത്. ശരിയായതല്ല ശരിയല്ലാത്തത്. അപ്പോൾ ഒന്നാമത്തല്ല നമുക്ക് വേണ്ടത്. രണ്ടാമത്തത് എന്താണ്, വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നല്ലേ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് പോകുന്തോറും ഇതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അത് നേരെ തെറ്റാണ് ആ പ്രസ്താവന. കാരണം വടക്ക് നിന്ന് തെക്കോട്ട് വരുന്തോറും ഉയരം കുറയുകയല്ല, കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിലാണ് പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പം രണ്ടാമത്തെ പ്രസ്താവന എന്താണ്, തെറ്റാണ് അല്ലേ. 2 തെറ്റാണ്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. അടുത്ത, മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട പർവ്വതനിരകൾ എന്ത് വിളിക്കുന്നുണ്ട്? സഹ്യാദ്രി ആണോ? പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ്. ഇവിടെ വരുന്ന 6 സംസ്ഥാനങ്ങളാണ് അല്ലേ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. 6 സംസ്ഥാനങ്ങളിൽ ഇതിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താ? മഹാരാഷ്ട്രയിലും കർണാടകയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താ? സഹ്യപർവ്വതം എന്നല്ലേ. സഹ്യപർവ്വതം എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഇത് നീലഗിരി മല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. നീലഗിരി മല എന്ന് അറിയപ്പെടുന്നുണ്ട്. ചോദ്യം എന്താണ്, മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു. ശരിയല്ലേ. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ എന്ത് വിളിക്കുന്നുണ്ട്? സഹ്യാദ്രി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. സഹ്യാദ്രി എന്ന് മഹാരാഷ്ട്രയിൽ വിളിക്കുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, ശരിയായ പ്രസ്താവന 1ഉം 2ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷനിൽ എന്തും കൊടുത്തിട്ടുണ്ടാവും, 1ഉം 2ഉം കൊടുത്തിട്ടുണ്ടാവും. 1ഉം 2ഉം അത് കൊടുത്തിട്ടില്ല. അവൻ 1 അതിൻ്റെ 3 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇതാ കൊടുത്തിട്ടുണ്ട് 1ഉം 3ഉം. 1ഉം 3ഉം എന്താ, ശരിയായ പ്രസ്താവനകളാണ്. നമുക്ക് വേണ്ട എന്താ, ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പം 2ആണ് ശരി. അപ്പോൾ ഈ രീതിയിൽ പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം അത് ശരിയായ പ്രസ്താവന എന്നാണോ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലേക്കും വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യനാണ്, ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമേത്? അവശിഷ്ട പർവ്വതം. അപ്പം നമ്മുടെ ഇതിൽ ഹിമാലയം നമുക്കറിയാം ഒരു മടക്ക് പർവ്വതമാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതനിരയൊക്കെയാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്, അവശിഷ്ട പർവ്വതനിരയല്ല. അപ്പോൾ ഇതിലെ അവശിഷ്ട പർവ്വതനിര ആരവല്ലി മുമ്പൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, ഒരു മടക്ക് പർവ്വതമാണ് ആരവല്ലി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതനിര എന്നൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിനാണ്? ഇപ്പോൾ അവശിഷ്ട പർവ്വതനിര എന്ന ഗണത്തിലാണ് ആരവല്ലി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? അവശിഷ്ട പർവ്വതനിരയാണ്. ആരവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലമായി അപരദനം വെച്ചാൽ എന്താണ്? കല്ലുകൾ പൊടിയുന്നതാണ്, പാറയൊക്കെ പൊടിഞ്ഞ് എന്താണ് നീക്കം ചെയ്യപ്പെടുകയാണ്. അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച്, അപരദന സഹായികളാണ് ഒഴുകുന്ന ജലം, കാറ്റ്, ഹിമാനി, തിരമാല. ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായ ഒരു പർവ്വതമാണ് ആരവല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആരവല്ലിയാണ്. ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതനിരയാണ്.
പശ്ചിമഘട്ടം ഒരു കോണ്ടിനെന്റൽ മൗണ്ടെയിൻ റേഞ്ച് ആണ്. പൂർവ്വഘട്ടം എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് അല്ലെങ്കിൽ എന്താണ്? തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ആരവല്ലിയാണ് അല്ലേ? ആരവല്ലിയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെ? പൂർവ്വഘട്ടം വരുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾ ഇന്ത്യ ഇവിടെ വരുന്നുണ്ട്. പൂർവ്വഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? അതൊരു ഡിസ്കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പൂർവ്വഘട്ടം ഒരു തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ്. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ചാണ്. പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? താഴെ പറയുന്നതിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെ? അപ്പം നമ്മൾ ഉപദ്വീപീയ നദികളെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ആരൊക്കെയാണ്? ഇതല്ലേ പടിഞ്ഞാറ് ഭാഗം, ഇതാണ് കിഴക്ക് ഭാഗം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് ആരൊക്കെ? നർമ്മദ അല്ലെ? നർമ്മദ, മെയിനായിട്ട് താപ്തി. നർമ്മദയും താപ്തിയുമാണ് എന്താണ്? മെയിനായിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി. പിന്നെ സബർമതിയും മാഹിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നർമ്മദയും താപ്തി എങ്ങോട്ട് ഒഴുകുന്നവരാ? പടിഞ്ഞാറോട്ട് ഒഴുകുന്നവരാണ് നർമ്മദയും താപ്തിയും. ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ആരുള്ളത്? പശ്ചിമഘട്ട പർവ്വതനിരയുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർവ്വഘട്ടത്തിൻ്റെ അടുത്ത് പോലും ആര് വരുന്നില്ല? നമ്മുടെ ഈ ഒരു നർമ്മദയും താപ്തിയും വരുന്നില്ല. ഇനി നോക്കേണ്ടത് ചോദ്യം എന്താ? പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന നദികളല്ലേ? അപ്പം നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഒന്നിതാ മഹാനദി വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഗോദാവരി വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് കൃഷ്ണ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ആര് വരുന്നുണ്ട്? കാവേരി വരുന്നുണ്ട്. അപ്പോൾ ഇതാ മഹാനദി വന്നു അല്ലേ? മഹാനദി വന്നിട്ടുണ്ട്. പിന്നെ ആരാണ്? കൃഷ്ണയാണ്. മഹാനദിയും കൃഷ്ണയുമാണ് എന്തിനെ മുറിച്ച് കിടക്കുന്നത്? പൂർവ്വഘട്ടത്തെ മുറിച്ച് കിടക്കുന്ന നദികളാണ് മഹാനദിയും അതുപോലെ തന്നെ എന്താണ്? കൃഷ്ണയിലെ മഹാനദിയും കൃഷ്ണയും. അപ്പോൾ ആൻസർ ഏതാണ്? 3ഉം 2ഉം 3ഉമാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന നദികളാണ് വേണ്ടത്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായ ആൻസർ. 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. 2ഉം 3ഉമാണ് പൂർവ്വഘട്ടത്തെ മുറിച്ച് കിടക്കുന്ന നദികൾ. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ AZB അക്കാദമിയിൽ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എന്താണ്? ലക്ഷ്യം 2.0 എന്ന് പറയുന്ന പുതിയ ബാച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത ഫീസ് 5000 വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഫർ പ്രൈസ് ലഭ്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസോട് കൂടി, കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടി, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. Day 1, Day 2, അതുപോലെ തന്നെ എന്താണ് Day 1, Day 2, Day 3, Day 4, Day 5 ഈ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഓരോ ദിവസം പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നൽകുകയും അതിന് വേണ്ട വീഡിയോ ക്ലാസ്സുകളും മെറ്റീരിയലുകളും എല്ലാം അവൈലബിൾ ആണ്. അതിനുശേഷം ഒരു ദിവസം പഠിക്കാൻ തന്ന ഭാഗം അന്ന് തന്നെ അതിൻ്റെ എക്സാമും കാര്യങ്ങളും നടത്തുന്നതാണ്. അപ്പം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ ദിവസം മെഗാ എക്സാമാണ് നടക്കുക. ഈ 4 ദിവസം നടത്തിയ എക്സാമിനെ അധികരിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ എക്സാം നടത്തുക. കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മുകളിൽ കൊടുത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമ്മുടെ PSC മാത്രമല്ല PSC, SSC, RRB അതുപോലെ തന്നെ എന്താണ് കേട്ടറ്റ് തുടങ്ങിയ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു എല്ലാ വിവരങ്ങൾക്കും വേണ്ടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ടും 3ആയി തിരിച്ചിരിക്കുന്നു അല്ലേ? രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ 3ആയി തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കാം. ആഗ്നേയ ശിലകൾ ശരിയായ ജോഡിയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയായ ജോഡിയാവേണ്ടത്. ഒന്നാമത് ആഗ്നേയശില ബസാൾട്ട് എന്നാണ് കൊടുത്തത്. ശരിയോ തെറ്റോ? ബസാൾട്ട് ഒരു ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അത് ശരിയാണ്, ആഗ്നേയശിലയാണ്. രണ്ടാമത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പ് കല്ലെന്നാണ് പറഞ്ഞത്. ചുണ്ണാമ്പ് കല്ല് കായാന്തരിത ശിലയാണോ? അല്ല. ചുണ്ണാമ്പ് കല്ല് ഒരു അവസാദ ശിലയാണ്. അതായത് ജൈവിക അപക്ഷയത്തിലൂടെ രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് ചുണ്ണാമ്പ് കല്ല്. ജൈവിക അവക്ഷയത്തിലൂടെ രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണ് കളിമണ്ണ്. ഏതൊക്കെയാണ് ജൈവിക അവക്ഷയത്തിലൂടെ രൂപം കൊള്ളുന്നത്? നമ്മുടെ കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, പവിഴപ്പുറ്റ്, പെട്രോളിയം, ഡയറ്റോമറ്റ് ഇതൊക്കെയാണ് ജൈവിക അവക്ഷയത്തിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കായാന്തരിത ശില, ചുണ്ണാമ്പ് ഒരു കായാന്തരിത ശില അല്ല, അത് തെറ്റാണ്. അവസാദ ശിലകൾ ഗ്രാനൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് അവസാദ ശിലയല്ല എന്ന് നമുക്കറിയാം. ഗ്രാനൈറ്റ് ഏത് ശിലയാണ്? അതൊരു ആഗ്നേയ ശിലയാണ്. അപ്പോൾ അതും തെറ്റാണ്.
കായാന്തരിത ശിലയുടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് മാർബിൾ എന്ന്. അപ്പം മാർബിൾ ഒരു കായാന്തരിത ശിലയാണോ? ആണ്. അപ്പം 4 ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാ വരുന്നത്? 1 അതുപോലെ തന്നെ 4 ശരിയാണ്. ഓപ്ഷനിൽ 1 4 ഉണ്ടോ എന്ന് നോക്കാം. 1 ഉണ്ട്, 4 ശരിയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് നേരിടാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.